ഹായ്, വി പ്ലസ് എഡ്യൂക്കേഷൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ പത്താം ക്ലാസ്സുകാർക്ക് പരീക്ഷകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ക്ലാസ്സുകാർക്ക് നാളെ സോഷ്യൽ സയൻസിന്റെ പരീക്ഷ നടക്കുകയാണ്. 8ാം ക്ലാസ് വരെ സോഷ്യൽ സയൻസ് പരീക്ഷ 40 മാർക്കിലാണ് കുട്ടികൾ എഴുതിയതെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന പരീക്ഷ 80 മാർക്കിലാണ്. ഓണപരീക്ഷയും അതുപോലെ അരക്കൊല്ല പരീക്ഷ എഴുതിയവരാണ് ആനുവൽ എക്സാം എഴുതാനായിട്ട് പോകുന്നത്. സോഷ്യൽ സയൻസിനെ സംബന്ധിച്ച് ഒരു വലിയൊരു സബ്ജക്റ്റാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ മാത്രം ഈ വീഡിയോയിലൂടെ ഞങ്ങൾ കുട്ടികളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ഒന്ന് നമ്മുടെ ഫൈൻഡ് ഔട്ട് ദ കോമൺ ഐഡിയാസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം. ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും കോമൺ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ആശയങ്ങൾ എന്തല്ല, ഒരു 3 മാർക്കിന്റെ ചോദ്യം അത് ചോദിക്കും. അതുപോലെ തന്നെ മഗധ ജനപദങ്ങളിൽ മഗധയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ജനപദമായിട്ട് മാറിയത്. എന്തുകൊണ്ടാണ് അതിനെ ഫേവറബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, മഗധ എന്തുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ജനപദമായിട്ട് മാറി. അതുപോലെ തന്നെ അശോക ചക്രവർത്തിയുടെ ധർമ്മ അല്ലെങ്കിൽ ദമ, അതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഒരു 3 മാർക്കിന് ചോദിക്കും. അതുപോലെ തന്നെ ലാൻഡ് ഗ്രാൻസ് എന്ന പാഠത്തില് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതില് ശതവാഹനാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഭരിക്കുന്ന സമയത്ത് നടന്നിരുന്ന ലാൻഡ് ഗ്രാൻസും ഗുപ്ത കാലഘട്ടത്തിലേക്ക് മാറിയപ്പോൾ അതിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാം, ആ ഒരു ചോദ്യം 3 മാർക്കിന്റെ. അതുപോലെ തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന പേരിൽ ഒരു പാഠത്തിൽ പഠിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഭരണഘടനയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഭരണഘടനയിൽ എഴുതി വെച്ചുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, മൈനോറിറ്റി കമ്മീഷൻ, SC/ST കമ്മീഷൻ. ഇതിന്റെ ഒക്കെ ഫംഗ്ഷൻസ് വളരെ ഷോർട്ട് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും 2 കമ്മീഷൻസിന്റെ ഫംഗ്ഷൻസ് നിർബന്ധമായിട്ടും നമുക്ക് ഈ വരുന്ന നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കും. അതുപോലെ തന്നെ ട്രൈ പാർട്ടീസില് നമ്മൾ പാലാസ്, അതുപോലെ തന്നെ പ്രതിഹരാസ്, രാഷ്ട്രകൂടാസ് ഇവരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ പാലാസിന്റെ കോൺട്രിബ്യൂഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാലാസ് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമിക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ കൾച്ചറിന് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് അവർ നൽകിയിട്ടുണ്ട്. അപ്പൊ പാലാസിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചൊരു 3 മാർക്കിന് ചോദിക്കും. അപ്പൊ അത് പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഗിൽജി രാജവംശവുമായി ബന്ധപ്പെടുത്തിയിട്ട് അലാവുദ്ദീൻ ഗിൽജി നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാർക്കറ്റ് റീഫോം. അതിന്റെ ചില പോയിന്റ്സ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അതും നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് പോയിന്റ്സ് ആക്കിയിട്ട് എഴുതുക. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ വൈഡ് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിലും പോയിന്റ്സ് ആക്കിയിട്ട് നിങ്ങൾ എഴുതാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിന് ടീച്ചേഴ്സ് മാർക്ക് തരും. അതുപോലെ തന്നെയാണ് നാളത്തെ പരീക്ഷയ്ക്ക് മാപ്പ്. നമ്മുടെ മാപ്പിന് എന്തായാലും 4 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. മാപ്പ് പ്രധാനമായിട്ടും ചോദിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ ഒന്നാമത്തെ ആ ഒരു പാഠത്തിന്റെ മേഖല, ജോഗ്രഫിയിലെ പാഠത്തിന്റെ മേഖലയിൽ നിന്ന് പ്രധാനമായിട്ടും ട്രാൻസ് ഹിമാലയ, അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റേൺ ഹിൽസ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ട്രാൻസ് ഹിമാലയനെ നമുക്ക് പ്രധാനമായിട്ടും 3 മേഖലയ്ക്ക് തരംതിരിക്കുന്നുണ്ട്. അത് നമുക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ്. കാരക്കോറം, സസ്കർ, ലഡാക്ക് തുടങ്ങിയിട്ടുള്ള മേഖല അടയാളപ്പെടുത്താനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹിമാലയത്തിനെ 3 തരംതിരിക്കാം, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതും അടയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈസ്റ്റേൺ ഹിൽസ്, അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഗാസിഗാര ഹിൽസ് ഉണ്ട്, അതുപോലെ തന്നെ മിസോ ഹിൽസ് ഉണ്ട്. അതും അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്യൂസ്, പീഠഭൂമികൾ വരാണെങ്കിൽ ഡക്കാൻ പ്ലാറ്റ്യൂ, മാൾവ പ്ലാറ്റ്യൂ, ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ, അതിൽ നിന്ന് ഒരെണ്ണം ചോദിക്കും. അതുപോലെ നമ്മുടെ ഹിമാലയൻ റേഞ്ചസ് ചോദിക്കുകയാണെങ്കിൽ ആരവല്ലി റേഞ്ചസ് ചോദിക്കും, വിന്ധ്യൻ സത്പുര റേഞ്ചസും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞ് മാപ്പിൽ ഇടപെടാൻ ചോദിക്കുന്നത് റിവേഴ്സ് ആണ്. 2 തരം റിവേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഒന്ന് ഹിമാലയൻ റിവേഴ്സും ഒന്ന് പെനിൻസുലർ റിവേഴ്സും. ഹിമാലയൻ റിവേഴ്സിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര അടയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പെനിൻസുലർ റിവേഴ്സിൽ ഏറ്റവും നീളം കൂടിയ നദിയായിട്ടുള്ള ഗോദാവരിയാണ് നമ്മളോട് അടയാളപ്പെടുത്താൻ ചോദിക്കുക. അതുപോലെ ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ടും അടയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രധാനമായിട്ടുള്ള നമ്മുടെ 2 തീരപ്രദേശങ്ങൾ, ഈസ്റ്റേൺ കോസ്റ്റും വെസ്റ്റേൺ കോസ്റ്റും ചോദിക്കാറുണ്ട്. ഈസ്റ്റേൺ കോസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഭാഗങ്ങളും വെസ്റ്റേൺ കോസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഭാഗങ്ങളും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇപ്പൊ വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 3 തീരപ്രദേശങ്ങളാണ് വരുന്നതിൽ. ഒന്ന് ഗുജറാത്ത് കോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൊങ്കൺ കോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ മലബാർ കോസ്റ്റ് ഉണ്ട്. ഇത് 3ഉം അടയാളപ്പെടുത്താൻ ചോദിക്കും. ഈസ്റ്റേൺ ഭാഗത്തുള്ള കോസ്റ്റ് ആണെങ്കിൽ നമ്മുടെ കോറമണ്ടൽ കോസ്റ്റും അതുപോലെ തന്നെ സിസ്കർ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്കായിട്ട് മാപ്പിൽ ചോദിക്കുക. ഇതിലേതെങ്കിലും ഒരു 4 മാർക്കിന്റെ ചോദിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 25-നും 30-നും ഇടയിൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.
നാളെ പരീക്ഷ നന്നായിട്ട് എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ.